ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ മത്സരം ആവേശകരമായി തുടരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് 251 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ നിരയിൽ ശുഭ്മാൻ ഗില്ലിനും വിരാട് കോഹ്ലിക്കും നിരാശയോടെ മടങ്ങേണ്ടി വന്നു. മത്സരത്തിന്റെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, ആവേശകരമായിട്ടുള്ള മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് തീർച്ചയായും ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പുരോഗമിക്കുകയാണ്. ന്യൂസിലാൻഡ് ഉയർത്തിയ 252 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പിന്തുടരുകയാണ്. നിലവിൽ ഹാർദിക് പാണ്ഡ്യയും KL രാഹുലുമാണ് ക്രീസിലുള്ളത്. 252 റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത്. നിലവിൽ 216 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ ഉള്ളത്. നായകൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ഒരു ഭേദപ്പെട്ട തുടക്കം ടീമിന് നൽകിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശുഭ്മാൻ ഗില്ല് 31 റൺസ് എടുത്തു. വിരാട് കോഹ്ലി നിരാശപ്പെടുത്തി 1 റൺസ് എടുത്ത് പുറത്താവുന്ന സ്ഥിതിയുണ്ടായി. ശ്രേയസ് അയ്യരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. 48 റൺസിലാണ് അർദ്ധ സെഞ്ചുറിക്ക് 2 റൺസ് അകലെയാണ് അദ്ദേഹം പുറത്തായത്. കൂടാതെ പറയേണ്ട കാര്യം, അക്സർ പട്ടേലും ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്താൻ അക്സർ പട്ടേലിനും കഴിഞ്ഞു. നിലവിൽ KL രാഹുൽ 20 റൺസുമായും ഹാർദിക് പാണ്ഡ്യ 5 റൺസുമായാണ് ക്രീസിലുള്ളത്. എന്തായാലും സ്ലോ പിച്ചാണ്. അവിടെ ഒരു 251 റൺസാണ് ന്യൂസിലാൻഡിന് നേടാനായി കഴിഞ്ഞത്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പ്രകടനം, മികച്ച രീതിയിലുള്ള തുടക്കം ന്യൂസിലാൻഡ് നൽകാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് സ്പിൻ കുരുക്കിൽ ന്യൂസിലാൻഡ് വീണു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രച്ചിൻ രവീന്ദ്രയും അതോടൊപ്പം തന്നെ വില്ലിയങ്ങും മികച്ച രീതിയിൽ ആദ്യം ഒരു ചെറുത്തുനിൽപ്പിന് ശ്രമം നടത്തിയെങ്കിലും, അല്ലെങ്കിൽ മികച്ച തുടക്കം നൽകാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് സ്പിന്നർമാർക്ക് മുന്നിൽ വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. എന്തായാലും ഡാരി മിച്ചിലും അതോടൊപ്പം തന്നെ ബാറ്റ്സ്മാനുമാണ് ന്യൂസിലാൻഡിന് വേണ്ടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഇരുവരുടെയും അർദ്ധ സെഞ്ചുറിയുടെ കാര്യത്തിലാണ് ടീം ഭേദപ്പെട്ട സ്കോർ ഉയർത്തിയത്. എന്തായാലും 251 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലാണ് നിശ്ചിത ഓവർ പൂർത്തിയായപ്പോൾ ന്യൂസിലാൻഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എന്തായാലും മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങിയപ്പോൾ തന്നെ നായകൻ രോഹിത് ശർമ്മ മികച്ച തുടക്കം നൽകാനായി. രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി എടുത്താണ് പുറത്തായത്. എന്തായാലും 252 റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. ഇന്ത്യ പൊരുതുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 216-ന് 5 എന്ന നിലയിലാണ് ഇന്ത്യയുള്ളത്. CS. ശരി, ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ മത്സരം ആവേശകരമായി തുടരുകയാണ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് 251 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ നിരയിൽ ശുഭ്മാൻ ഗില്ലിനും വിരാട് കോഹ്ലിക്കും നിരാശയോടെയാണ് മടങ്ങേണ്ടി വന്നത്. മത്സരത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ.